2 വീഡിയോ മുൻപ് ഞാൻ RKC ഇൻഫ്രാസ്ട്രക്ചർ പണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അത് കൺഫേം ചെയ്തൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. RDSൻ്റെ വൈസ് പ്രസിഡൻറ്റ് പറഞ്ഞത് പ്രകാരം എൻ്റയർ റീച്ച് RKC ഇൻഫ്രാസ്ട്രക്ചറിന് സബ് കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് നടക്കുന്ന NH66 വൈഡനിങ്ങിൽ ഏറ്റവും മിനിമൽ പ്രോഗ്രസ് ഉണ്ടായിരിക്കുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസ് ഉൾപ്പെടുന്ന തിരുവനന്തപുരം റീച്ചിനാണ്. 36% മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. എന്നാൽ പുതിയ കമ്പനിയുടെ വരവോടുകൂടി ഡിസംബർ 31, 2025 തീർക്കാം എന്ന് RDSൻ്റെ പ്രതിനിധി പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ മാർച്ച് 31, 2026 പുതുക്കിയ ഡെഡ് ലൈൻ. ആ തീയതിക്ക് തീർന്നാൽ തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രോഗ്രസ് ആയിരിക്കും ഉണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ അറിവിൽ ആറ്റിങ്ങൽ ബൈപ്പാസിൽ മാത്രം ഇതുവരെ പണി തുടങ്ങുക പോലും ചെയ്യാത്ത 7-8 സിവിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആഴാംകോണത്തുള്ള ഓവർപാസ്, പാലാംകോണത്തുള്ള ഓവർപാസ്, കുടവൂർ കോണത്തുള്ള ഓവർപാസ്, തിരുവാറാട്ടുകാവിൽ മുന്നിലും പിന്നിലുമായി 2 അണ്ടർപാസുകൾ, രാമച്ചംവിളയിലുള്ള ഓവർപാസ്, അതേപോലെ മാമം നദിക്ക് കുറുകെയുള്ള ഇരട്ടപ്പാലങ്ങൾ. ഇത്രയും പണി തുടങ്ങുക പോലും ചെയ്തിട്ടില്ല. എന്തായാലും പണികൾ ഊർജിതമാകട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 1 വർഷം കൊണ്ടായാലും ഈ പണി തീർത്താൽ വളരെ സന്തോഷം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു.